ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു അടിപൊളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ഒക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും, എല്ലാവരും ഉണ്ടാക്കുമായിരിക്കും. എന്നാലും ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നത്, ഞങ്ങളുടെ സീക്രട്ടുകൾ ഒക്കെ അറിയണ്ടേ? കാണിച്ചു തരാം കേട്ടോ. ആദ്യമേ നമ്മൾ നാരങ്ങ എടുത്ത് ചീനിച്ചട്ടിയിലിട്ട് എണ്ണ ഒഴിച്ച് ഇങ്ങനെ ഇളക്കി 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 നല്ല മയപ്പെടുത്തി എടുക്കാം. ഇതിനായിട്ട് നമുക്ക് മൺചട്ടി വേണമെങ്കിൽ മൺചട്ടി ഉപയോഗിക്കാം, അതല്ലാതെ ഇതുപോലെ ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടി ആണെങ്കിലും ഉപയോഗിക്കാം. ഇളക്കി 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 നല്ല മയം വരും, നാരങ്ങ ഇങ്ങനെ പൊട്ടി വരും എന്നുണ്ട്. ഇതാണ് ഏകദേശം ആ പരുവം. ഇങ്ങനെ എടുത്ത് ഞെക്കി നോക്കുമ്പം ഞെക്ക് കൊള്ളും, നല്ല മയം വന്ന് ആ പരുവായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നാരങ്ങയുടെ കാര്യം പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെ നല്ല മയമാവും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് ചൂടൊക്കെ ആറി കഴിഞ്ഞ് കഴിയുമ്പം നാരങ്ങ മുറിക്കാം. നാലായിട്ട് നമ്മുടെ വലിപ്പത്തിനനുസരിച്ചുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിലുപ്പും കൂടി ഇട്ട് ഇളക്കി മാറ്റി വയ്ക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില നമ്മൾ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ അച്ചാറിന് ചേർക്കാനായിട്ട്. ഇതെല്ലാം എടുത്ത് വെച്ച ശേഷം അച്ചാറിടുന്ന ചീനിച്ചട്ടിയിലേക്ക്, ഒരുപാട് നാൾ വെക്കേണ്ട അച്ചാറാണെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല എണ്ണ ഒഴിച്ച് അതിൽ നമ്മുടെ കടുകിട്ട് പൊട്ടണം. കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ കടുകിൻ്റെ കൂടെ ലേശം ഉലുവ കൂടിയിട്ട് പൊട്ടിക്കണം. ഉലുവ അങ്ങനെ കടുക് പൊട്ടുന്ന പോലെ ചടപടാന്ന് പൊട്ടത്തില്ല. ജസ്റ്റ് ഒരു ഒച്ചയൊക്കെ കേട്ട് ഒരു ബ്രൗണിഷ് നിറമൊക്കെ ആയി വരും. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ടു മൂപ്പിക്കുകയാണ്. അത് ഏകദേശം ഇച്ചിരി സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചി ഇടാം. ഇഞ്ചിയിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി നല്ലൊരു മണമൊക്കെ വരും. അതിനുശേഷം കറിവേപ്പിലയും കൂടെ ചേർത്ത് വരട്ടി അതിനുശേഷം നമ്മുടെ മസാലപ്പൊടികൾ ഇടുക വേണ്ടത്. നോട്ട് ഓൺലി കറിവേപ്പില ബട്ട് ഓൾസോ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കാം കേട്ടോ. ഇതുവരെ നമ്മൾ അരിഞ്ഞ് കൂട്ടി വെച്ചിരുന്ന എല്ലാ കൂട്ടും ഈ എണ്ണയ്ക്കകത്തിട്ട് ഇപ്പം നിലവിൽ വരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അച്ചാറിലേക്ക് വേണ്ട മസാലക്കൂട്ട് ചേർക്കേണ്ട സമയമായി. ഒന്നുകിൽ ഒറ്റയടിക്ക് അച്ചാർ പൊടി ഇടാം, അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഇതിപ്പോൾ ഞാൻ അച്ചാർ പൊടിയല്ല, പകരം മുളക് പൊടി, കാശ്മീരിയും നമ്മുടെ സാദാ മുളക് പൊടി മിക്സ് ചെയ്താണ് ഇളക്കുന്നത്. അതിട്ട് ഇളക്കി മൂത്ത് വരുമ്പം നമ്മുടെ അരിഞ്ഞ് വെച്ച നാരങ്ങ ഉണ്ടല്ലോ, അതിപ്പോൾ നല്ല വെള്ളമൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ടിരിക്കുമായിരിക്കും. അതിങ്ങനെ ഒഴിച്ച് ഇളക്കി നല്ല മസാലയൊക്കെ എല്ലാത്തിലും പിടിക്കണം, ആ ഒരു പരുവത്തിലേക്ക് എത്തിക്കണം. ആ ഒരു സമയം നമുക്ക് ഇത്ര ഉപ്പൊന്നും പോരായിരിക്കും. ഇനിയും പുളി ഇറങ്ങണ അനുസരിച്ച് ഉപ്പ് കുറഞ്ഞു വരും. അപ്പോൾ നല്ലപോലെ ഉപ്പ് മുമ്പോട്ട് നിന്നാലേ അച്ചാർ സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പം അതിന് പാകം ഉപ്പായിരിക്കുള്ളൂ. അപ്പോൾ നല്ലപോലെ ഇളക്കി ഈ ഒരു സമയം കുറച്ച് ഉപ്പ് കൂടെ വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി എടുക്കാം. കായപ്പൊടിയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിന് കായപ്പൊടി കൂടെ ഇടാം. കായപ്പൊടി നല്ലപോലെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ്. ലേശം ഉലുവാപ്പൊടിയും കൂടി ഇടാം. ഇപ്പോൾ ഇടുന്ന ഉലുവാപ്പൊടി കേട്ടോ. ഉലുവാപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ലേശം ഉപ്പും കൂടി ഇട്ടു. ഞങ്ങൾക്ക് ഉപ്പ് കുറവായിട്ട് തോന്നിയത് കാരണം ലേശം ഉപ്പും കൂടി ഇട്ടു. നാരങ്ങയുടെ പുളി ഇറങ്ങണ അനുസരിച്ച് ഉപ്പ് വീണ്ടും വേണ്ടി വരും. ശർക്കരപ്പാനിയാണ് ഈ ഒഴിക്കുന്നത്. നല്ലൊരു ടേസ്റ്റായിട്ട് നല്ലപോലെ അലിഞ്ഞു വരും ശർക്കരപ്പാനി ഒഴിച്ച് കഴിഞ്ഞാൽ. ചിലർ പഞ്ചസാര ഇടാറുണ്ട്. അത് കഴിഞ്ഞ് ഒഴിക്കുന്ന വിനാഗിരിയാണ്.
അച്ചാർ ഇത് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വിനാഗിരി ഉപയോഗിക്കാം. ശരിക്കും ഒരുപാട് നാളും കേടുകൂടാതിരിക്കാൻ നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഒഫീഷ്യൽ ടെസ്റ്റേഴ്സ് ടേസ്റ്റ് ചെയ്യുന്ന. ശരിക്കും ഇച്ചിരി കയ്പ്പുണ്ടാവുമായിരിക്കും, എന്നാലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഇരിക്കും തോറുവാ ഇതിന് ടേസ്റ്റ് കൂടുന്നത്. നല്ല അലുത്ത് നാവിലിട്ട് അലിഞ്ഞു പോകുന്ന പോലത്തെ നല്ല അടിപൊളി അച്ചാറായിട്ട് വരും. നമ്മൾ ഉണ്ടാക്കി അന്നും അതിൻ്റെ പിറ്റേന്നും ഒക്കെ കഴിക്കുമ്പോൾ ഒരു ചെറിയ കയ്പ്പ് തോന്നും, പക്ഷേ ദിവസം കഴിയുന്തോറും നല്ല അടിപൊളി സൂപ്പറാകും. എത്ര നാൾ വേണേൽ കേടാവാതിരിക്കും. ഓക്കെ, താങ്ക് യു.